വല്ലതും കിട്ടും. ഇവര് നമ്മളെ ചതിക്കുന്ന അതിന് നമുക്ക് പങ്കില്ല. റേഡിയൊക്കെ വെച്ചായിരിക്കും പോകുന്നത്. അപ്പൊ പാട്ട് മാറി വരും. അതിനൊരു വില്ല്. ഏതായാലും അറിയില്ല എന്തെങ്കിലും കിട്ടുമോന്ന് ശ്രമിച്ചു നോക്കാം നമ്മൾ. മക്കളെ അറിയില്ല ഇസ് അലൗഡ് ഓർ നോട്ട് അലൗഡ്, ബട്ട് വി ആർ ട്രൈങ് ടു ക്യാച്ച് ഫിഷ്. എന്തോന്ന് അറിയില്ല. നിങ്ങൾ നല്ല വറ്റനെ കിട്ടി കേട്ടോ. സൂപ്പർ. എക്കോറത്തിലിടാനൊക്കെ പറ്റിയ ടൈപ്പ്. ഇന്ന് ഫുള്ള് വെറൈറ്റി മീൻ. ഞാൻ പോയി ഇങ്ങോട്ട് എടുക്കൂ. യോ ഗൈസ്, ഇറ്റ്സ് മീ റാഷിദ്, ബിബിൻ ആൻഡ് ജസ്റ്റിൻ. നമ്മൾ ഫിഷിങ്ങിന് പോവാണ് കേട്ടോ. അപ്പോൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം അറബിയ ക്രിയേഷൻസിന്റെ ഫിഷിംഗ് വീഡിയോ. മിസ്റ്റർ ബിബിൻ, വാട്ട് യു വാണ്ട് ടു സേ മാൻ? വല്ലതും കിട്ടും. നമ്മള് പോവും. കുറെ നാളായി ഞങ്ങൾ ഇറങ്ങിയിട്ട്. എന്തായാലും ഈ പ്രാവശ്യം ബെസ്റ്റ് മീൻപിടുത്തക്കാരനൊക്കെയാണ് പറഞ്ഞത്. ഞാൻ തന്നെ എല്ലാം ഞാൻ തന്നെ. അതെ, നമ്മള് പോകുന്നു. ഫുജിറയുടെ സൗന്ദര്യം കാണിക്കണം. അതാണ് വില്ലാസ്. 1500 വില്ലാസ്. ജസ്റ്റിന്റെ മാരക ഡ്രൈവിംഗ് ആണ്. അതെ, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ടാണ് പഠിച്ചത്. ദൈവമേ, ഇവൻ കൊല്ലും. 4000 ഓൾറെഡി ഫൈനുള്ള ഡ്രൈവർ അറിയാം. 4000 തറച്ചിന്റെ ഫൈനുള്ള. എപ്പം എവിടുന്ന്? എവിടുന്നാന്ന് എനിക്ക് ഫൈൻ കിട്ടാത്ത ഒരു എമിറേറ്റ് എന്ന് പറഞ്ഞാൽ ഉമ്മൽക്കോയിന്ന് കിട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇവിടുന്ന് കിട്ടിക്കണം. ബാക്കി ഷാർജ, ദുബായ്, അബുദാബി, അലൈന, റാസൽ ഖൈമ, എല്ലാ എമിറേറ്റ്സിനും അതെ ഏറ്റവും കൂടുതൽ ഫൈൻ അടച്ചിട്ടുള്ള കമ്പനി ഞങ്ങളുടെ കമ്പനി ആയിരിക്കും. പഴയ കമ്പനി ആയിരിക്കും. പഴയ കമ്പനിയിലെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കൂലോ. ഈ ഫിക്ഷൻ അല്ലാതെ ഇവരുണ്ടെ പാത്ത് വെക്കും. ഇവര് നമ്മളെ ചതിക്കുന്ന അതിന് നമുക്ക് പങ്കില്ല. നമ്മളെ ചതിച്ചു പോരെ. നമ്മളെ വർക്ക് നമ്മൾ അന്നേരം അടിച്ചു വിട്ടങ്ങ് പോവും. ഒരിടത്ത് നിൽക്കുമ്പോഴായിരിക്കും ഓരോ പ്ലാന്റിൽ നിന്ന് വിളിക്കുന്നത്. അന്നേരം അവിടുത്തെ കഴിഞ്ഞിട്ട് അവിടുന്ന് അടിച്ചു വിട്ട് അപ്പുറത്ത് പോകും. ചിലപ്പോ ഇങ്ങനെ നമ്മള് റേഡിയൊക്കെ വെച്ചായിരിക്കും പോകുന്നത്. അപ്പൊ പാട്ട് മാറി വരും. അതിനൊരു വില്ല്. അപ്പൊ ഓട്ടോമാറ്റിക് സ്പീഡ് കൂടും. ഓക്കെ, ഫിഷിങ്ങിന് പോണ കാര്യമായിട്ട് നമ്മള് കോർണിഷിൽ ഏത് ഭാഗത്ത് പോകും? നമ്മള് കൽബ, നമ്മുടെ പഴയ ഏരിയ. ഞങ്ങളുടെ പഴയ ഒരു കൽബ ഏരിയലിന്റെ തൊട്ടടുത്താണ്. പണ്ട് ഞാന് ബാബുക്ക, റഹ്മാൻക്കൊക്കെ പോയി മീൻ പിടിക്കാൻ പോയത്. അപ്പോൾ ആ ഏരിയയിലേക്കാണ് പോകണമെന്ന് പറഞ്ഞത്. എനിക്ക് അവിടുന്ന് ഇതുവരെ നല്ലതൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഈ വർഷം കിട്ടുമെന്ന് വിചാരിക്കുന്നു. അല്ലടാ, മാർക്കറ്റിൽ പോകണ്ട ഫസ്റ്റ്. അവിടെ ഉണ്ടല്ലോ. അവിടെ ഉണ്ടോ? അവിടെ ചെമ്മീന് അവിടെ പക്ഷെ ഫ്രോസൺ ആണോ ഒന്ന് കിട്ടുന്നില്ല. ഫ്രോസൺ കിട്ടിയിട്ട് എന്താ കാര്യമുണ്ടോ? കിട്ടും, മീൻ കിട്ടുമായിരിക്കും അല്ലേ? അതിപ്പം അവിടെ തന്നെ. അയ്യോടാ, നീ എന്തിനാ ഇല വന്നേ? ഇതിലായിരുന്നു പോണ്ടേ. നീ എന്തിനാ അബദ്ധം പറ്റി. ഇതാണ് ഗൈസ് മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് ഫൈൻ കിട്ടാനുള്ള പരിപാടി. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഫൈൻ മേടിച്ചു കൂട്ടുന്നത്. ഏതാ നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മള് കളിക്കാൻ പോകുന്ന റൂട്ടാണ്. അതാണ് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന റൂട്ട്. അതൊക്കെ ഞാനതാ നോക്കുന്നത്. നീ എന്താ ഇതിലെ പോകുന്നത്? ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ദൈവമേ വഴി മാറി. ഏതായാലും ഇനി ബാക്കി നമുക്ക് ബൈറ്റ്സ് വേണം, ബാക്കിയുള്ള ഫുഡ് സെറ്റ് ചെയ്യണം. ബാക്കിയൊക്കെ ഫിഷിംഗ് വീഡിയോസിൽ കാണാം. യോ, എത്തിയിരിക്കുകയാണ്. എന്തിനടാ? ഓ, ഉരുക്കി വെക്കാൻ. Is it that okay, Mr. Justin? പണ്ട് വരുമ്പോ ഉണ്ടല്ലോ, ഇവിടെ ഒരു പൂച്ച ഇരിക്കുവായിരുന്നു. കിട്ടുന്ന മീനൊക്കെ വരുമ്പോ അതിനെ കൊടുത്തിട്ട് പോകും. 20 രൂപയുടെ ചെമ്മീൻ മേടിക്കും, 2 മീൻ. 20 രൂപേനെ ചെമ്മീൻ മേടിക്കും. 2 മീൻ കിട്ടും. ഇവിടെ ഒരു പൂച്ച കാണും, തിരിച്ചു വരുമ്പോ അവന് കൊടുക്കും. ഏതായാലും അറിയില്ല എന്തെങ്കിലും കിട്ടുമോന്ന് ശ്രമിച്ചു നോക്കാം നമ്മൾ. മക്കളെ അറിയില്ല ഇസ് അലൗഡ് ഓർ നോട്ട് അലൗഡ്, ബട്ട് വി ആർ ട്രൈങ് ടു ക്യാച്ച് ഫിഷ്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കാം. അമ്മ ഈ ഗ്രോയിൻ ഇഞ്ചുറി ഉണ്ടായതുകൊണ്ടേ കാലുമേൽ അധികം ഒന്നും ചെയ്യാം. എന്ത് മോനെ? മോനെ നമ്മുടെ കൂട്ടത്തിലുള്ള അണ്ണന് ഇറങ്ങി താഴോട്ട് പോയി. അണ്ണന്റെ കാലിലെ ചെരുപ്പ് പറഞ്ഞ ഊരിപ്പോയി. അതുകൊണ്ട് ചെരുപ്പ് വഴി ഉള്ളിലോട്ട് പോയി. അണ്ണൻ കുറെ നേരം നോക്കിട്ട് കിട്ടിയില്ല. അവസാനം അണ്ണൻ മറ്റേ കാലിലെ ചെരുപ്പ് ഒരു തെറിയും പറഞ്ഞ് എറിഞ്ഞു. അപ്പോഴോ അതെറിഞ്ഞു കഴിഞ്ഞപ്പോ ആദ്യം പോയത് തിരിച്ചു ബൈജു അണ്ണൻ. നമുക്കില്ലേ ആ മൂലയിൽ പോയല്ലോ. മൂലക്ക് പോലെ ആ മൂല ഇവിടെ
വാ പോയേക്കോ. അതാകുമ്പോ മറ്റന്മാര് നടന്നു വരാൻ മടിയായതുകൊണ്ട് ചിലപ്പോ കയറി വരത്തില്ല. നമ്മൾ ഇറങ്ങി വരുമ്പോഴേ പിടിക്കത്തുള്ളൂ. ഇല്ല, അവര് ബോട്ടിൽ വന്ന് പറയും മിക്കവാറും. കടലാമ 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 ബോയ്സ് കാണുന്നുണ്ടോന്ന് അറിയില്ല നിങ്ങള്. പോയി കടലാമ കടലാമ ഗൈസ്. അതിന് കോടികളാണ് വില. ഞാൻ ആലോചിച്ചത് എന്താ സംഭവം. അടിപൊളി നല്ല വറ്റനെ കിട്ടി കേട്ടോ. പൊളി 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 സാധനം. ഏതായാലും അതെ പൊളി സാധനം ആണോ? ഓക്കെ അടിപൊളി സൗണ്ട് ഒന്ന് ഇവിടെ ലോക്ക് ചെയ്തോ, എന്നിട്ട് ഇതെടുത്തോ. മതിയോ? നമ്മളെ ചെറുക്കനും പിടിച്ച് ആ മീനെ കാട്ടിന് ആദ്യം. ഓ നല്ല അടിപൊളി സാധനല്ലേ. അതെ തിളക്കത്തോട് തിളക്കം. ഗ്രൂപ്പർ ടൈപ്പുള്ള ഫിഷ് കേട്ടോ. ബിബിൻ ഓക്കെ മാൻ. സെറ്റ് 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 സെറ്റ്. മക്കളെ നോക്ക്, മക്കളെ നോക്ക്. മൂന്നാമത്തെ അതെ അതെ 3 വെറൈറ്റി സാധനങ്ങള്. നോക്ക് മക്കളെ നോക്ക്. ഈ മീനാണ് ഇവിടെ നൈസർ എന്ന് പറയും മീൻ. ഇതാ ഓക്കെ സ്നാപ്പർ ഇതിലുള്ള ചെമ്പല്ലിന്റെ ഒരു വിഭാഗത്തിലുള്ള ടൈപ്പ് ആണ് നാട്ടിലെ. പൊളിയാണ് പൊളിയാണ്. ഇതിന് പക്ഷേ വൃത്തിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ ബൈ, ഇനി അടുത്ത കാണാം. ഒന്ന് ഇവിടെ 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 ആ ചവിട്ടിക്കോ. ആ സോറി. കിട്ടി മക്കളെ കിട്ടി. വീണ്ടും കിട്ടി. കിട്ടി മക്കളെ വീണ്ടും കിട്ടി. നോക്ക് മക്കളെ നോക്ക്. ഫോട്ടായോ? വീഡിയോ വീഡിയോ. ഓക്കെ ബൈ. അൽഹംദുലില്ലാ. വലുതാ കളർ മീൻ സാധനം. വെറൈറ്റി സാധനമാണല്ലേ കളറ്. പറ്റിയ ടൈപ്പ്. അതെ അതെ. നീ അതിനകത്ത് കിടക്കുന്ന ഒന്നിനും കറി വെക്കാൻ കൊള്ളുമെന്ന് തോന്നുന്നില്ല. വെറൈറ്റി സാധനം. നോക്ക് മക്കളെ നോക്ക്. ആ നോക്ക് മക്കളെ നോക്ക്. കവറിട്ട് പിടിച്ചാ തിന്നിപ്പോ. എന്താണ് എന്താണ് മക്കളെ എന്താണ്? ബിബിമാനെ കിട്ടിയ ഒരു വെറൈറ്റി മീൻ. ഇതാ ഇത് ഇന്ന് ഫുള്ള് വെറൈറ്റി മീനല്ലോ ബിബി. ഇന്ന് ഫുള്ള് വെറൈറ്റി മീൻ. നമ്മൾ ചെറുക്കനെ നല്ല കിട്ടി. ഇത് എന്നത് കള്ളക്കിരി ടൈപ്പില്ലേ നാട്ടിലത്തെ. എന്താണ് ഇത് സാധനം? അവിടെ ഇവിടെ കളറൊക്കെ ഉണ്ട്. ഫുള്ള് നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ മാൻ. തിന്നാൻ പറ്റുന്ന അയ്യോ നോക്ക് മക്കളെ നോക്ക്. നോക്ക് മക്കളെ. ഇതാ ഇവിടെ ഒരുത്തനെ കഷ്ടപ്പെടുക. ഇനി ചെറുക്കനെ വിടി. ചെറുക്കന് ഇതേമാതിരി കള്ളക്കിരി ടൈപ്പ്. ഇത് മീൻ നോക്കട്ടെ. ജസ്റ്റിനും പിടിച്ചിരിക്കുകയാണ്. ജസ്റ്റിന്റെ ഫസ്റ്റ് മീൻ. ഇതിന്റെ മുന്നേ പിടിച്ചിരുന്നു ജസ്റ്റിൻ. 2018 പഴയ കമ്പനി. ഓ വെളിച്ചൊന്നും ഇല്ല, പക്ഷെ ഉള്ള വെളിച്ചത്തിൽ എടുക്കാം. നമ്മളെ ഫിഷിങ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഓക്കെ അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് 3 ആൾക്ക് കഴിക്കാനുള്ള മീനെ കിട്ടിയിട്ടുണ്ട്. അജാസിനും കൊടുക്കാം. നിങ്ങളെ കിട്ടുന്നുണ്ടല്ലോ. ബായ്സ് ജസ്റ്റിനും പിടിച്ചു. 3 എണ്ണം പിടിച്ചിരിക്കുന്നു. 2 എണ്ണം പിടിച്ചിട്ടുള്ളൂ. 3 എണ്ണം ഇല്ല. 3 എണ്ണം 2 2 പിന്നെ നമ്മളെ ചെറുക്കൻ. ഓയ് നമ്മള് ഫുള്ള് പിടിക്കൽ തന്നെയാണ് അല്ലേ. നമ്മളെ ഫുജേറന്റെ ഭംഗികൾ കാണാൻ. കോർണിഷ് ഭംഗികൾ. ആ സൈഡ് കാണുന്നത് കൽബ, ഈ സൈഡ് കാണുന്നത് ഫുജേറ. അതാ നമ്മളെ സൂം ഫുജേറ.
S23 അതിനോടുള്ളൊരു ഗുണമാണ്. ബാക്കി നമ്മൾ കുക്കിംഗ് കാണാം. ഓക്കെ, ബൈ ബൈ. എന്നെ കാണുന്നു. യെസ്, നമ്മളെ പിക്കിലൊക്കെ എത്തിയതാണ്. യെസ് മിസ്റ്റർ, എങ്ങനെ ഉണ്ടായിരുന്നു മിസ്റ്റർ ഫിഷിംഗ്? സൂപ്പർ ആണ്. ആർക്ക്? റാഷിക്കൊക്കെ മറ്റേ കിട്ടി. ഏയ് നമ്മളെ ബേബി പേരറിയാത്ത 2 മീൻ കിട്ടി. അല്ല, എനിക്ക് നൈസറല്ലേ കിട്ടിയേ? നൈസർ കിട്ടി. ബിബിനും കിട്ടി നൈസർ. ബിബിന് ഫുള്ള് ഗ്ലാമറുള്ള മീൻ ഇല്ലേ? എന്നെപ്പോലുള്ള മീൻ എല്ലാം കിട്ടി. ഓ മൈ ഗോഡ്, സുന്ദര മീനുകൾ. സുന്ദര മീനും സംഭവം ഹരായിക്കണേ. ഇനി പോയിട്ട് ക്ലിയർ ആയിട്ട് ഫ്രഷ് ആയി കട്ട് ചെയ്ത് നന്നായിട്ട് വറക്കണം. ലെറ്റ്സ് ഗോ ബോയ്സ്. നമ്മുടെ ബാബുക്ക് തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മീൻ വെട്ടുക, മസാല ഇടുക. നേരെ ഇനി ഇവരെ റൂമിലേക്ക്. ബൈ ബൈ. ക്ഷീണിതനായി വിശക്കുണ്ട് നന്നായിട്ട്. വിശപ്പ് ഒരു മുഖ്യ ഘടകമാണ് മിസ്റ്റർ ബിബി. മീനൊക്കെ കിട്ടി നന്നാക്കി കഴിക്കണം. അപ്പത്തേക്ക് ഒരു വഴിയാകും. എന്തായാലും അജാസിനെ നമ്മള് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണ്ട്. നമ്മളെ ലൈവില് പറഞ്ഞ മതി. ഓക്കെ അജാസ്, വി ആർ കമ്മിങ്. ഇന്ന് കിട്ടിയ മീനുകളാണ്. ഇന്ന് കിട്ടിയ ഫിഷ് അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പാരാട്ടോ. അത്യാവശ്യം നിങ്ങൾ വീഡിയോയിൽ എങ്ങനെ കാണുമെന്ന് അറിയില്ല. അത്യാവശ്യം വലിപ്പമുള്ള മീനുകളൊക്കെ ഉണ്ട്, ചെറുതും ഉണ്ട്. ഓക്കെ, ഇനി ഇത് ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്യാം. ഹായ് ഗൈസ്. സോറി ബോയ്സ്, എടുക്കേണ്ടി മറന്നുപോയി. ഇങ്ങോട്ട് എടുക്കൂ, ഇങ്ങോട്ട് നോക്കൂ. അപ്പോൾ ഫിഷ് വെട്ടിങ്ങിലും കയ്യിലൊക്കെ പെട്ടെന്നായിരുന്നു, അതുകൊണ്ട് അതൊന്നും എടുക്കാൻ കഴിയില്ല. ഇത് ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയത് എങ്ങനെയുണ്ടെന്ന് നോക്കാവുന്നതാണ്. അതെ, നമ്മളെ ബിബിൻ്റെ മസാലയാണ്. ബിബിൻ്റെ കൈകളും ഉണ്ടാക്കിയ മാരക മസാല. ആലപ്പുഴ സ്റ്റൈൽ അല്ലേ മസാല അല്ലേ? അങ്ങനെ അല്ല വേണമെങ്കിൽ അതിനകത്ത് മസാല അങ്ങ് ഇട്ടോ. ബാക്കി അതിനകത്ത് സ്ഥലമില്ലായിരുന്നു. ഇതാ നമ്മുടെ മീൻ, നമ്മളെ പിടിച്ച മീൻ. അതെ, പിടിച്ച മീനാണ്. ബിബിൻ്റെ മസാല ബിബിൻ തേച്ചുകൊണ്ടിരിക്കുന്നു. ഏതാണ് ആ കുരുമുളകിൻ്റെ അതാണ് കാണിക്കുന്നത്. അതെ, കുരുമുളക്. ഇവിടെ ചെറിയ മീനും ഇവിടെ വലിയ മീനും. മണം ഓക്കെയാണ്. ഓക്കെയാണ് മിസ്റ്റർ ബിബിൻ. അടിച്ച് സെറ്റായി വരുന്നുണ്ട് ആ മീനിന്റെ മണം. അജാസ് വി ആർ കമ്മിങ് അല്ലേ? നമ്മള് മറ്റേ മീൻകറി വെക്കുമ്പോ കിട്ടുന്ന മണം ഉണ്ടല്ലോ, നല്ല പുളിയൊക്കെ ഇട്ട് കിട്ടുമ്പോ ആ മീനിന്റെ മണം ഇങ്ങനെ വരുന്നു. യോ ബോയ്സ്, അള്ളാന്റെ മോനെ ആ മീൻ സെറ്റായി. ഓ അതിന്റെ മസാല കടിച്ചിട്ട് എങ്ങനെയുണ്ട് ജസ്റ്റിൻ? സൂപ്പർ. ജസ്റ്റ് മീൻ കഴിക്കൂല എന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ നമ്മളെ ബിബിന്റെ സ്മെൽ അടിച്ചപ്പോ സൂപ്പർ. ബിബിന്റെ മസാല വേറെ ലെവല്. ബിബിനെ വാടാ മോനെ. മസാല എന്റെ മസാല ചെറുക്കം വന്ന് നമ്മളെ എല്ലാം കൂടി ഗാർണിഷ് ചെയ്തിട്ട് വേറെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഇപ്പം നേരെ പോവാ അജാസിന്റെ അടുത്ത് പൊറാട്ട വാങ്ങാം, അടിക്കാം. താഴെ പോകുന്നു. നമ്മളെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും അല്ലേ? നമ്മളെ കളിയാക്കിയിരുന്നവൻ മീനെ കിട്ടുവോ ഇല്ലേന്ന്. പിടിക്കുവോ എന്നോട് പറഞ്ഞ് നീ പോയാൽ കിട്ടുമെന്ന്. അതെ, മീനെ വറുത്ത് അവനെ കൊണ്ടുവന്ന് നമ്മൾ കൊടുക്കും. നേരെ ബാക്കിയുള്ള അവിടെ വെച്ചിട്ട് അജാസേ എന്തായി? നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചു. നോക്കടാ നീ നോക്ക്, നീ അല്ലേ പറഞ്ഞ കിട്ടത്തില്ല. നോക്കടാ, കടയിൽ പോയി വീഡിയോ കിടപ്പുണ്ട്. ലൈവ് അല്ല. അപ്പൊ തൽക്കാലം ഇപ്പൊ കഴിക്കുന്ന വീഡിയോ എടുക്കില്ല. ലൈവ് നമുക്ക് ഇവിടുന്ന് പോയാലോ? ലൈവ് ഇവിടുന്ന് പോവാം. സ്റ്റാൻഡ് ഗോപ്രോ മറ്റേ അവിടെ പോ. ലൈവ് ഇവിടുന്ന് ലൈവ് പോയാൽ മതി. വേണ്ട, അതിപ്പോ അപ്പോ നമ്മളെ ഇന്നത്തെ ഫിഷിങ്ങും ഇതും കഴിഞ്ഞ് ഇനിയിപ്പോ കഴിക്കലാണ്. ഇപ്പൊ ഇനി നേരെ ലൈവ് പോണം. ഓക്കെ, ബാക്കിയുള്ള ഫുള്ള് ലൈവിലുണ്ടാവും. അപ്പൊ ലൈവ് കണ്ട് ഈ വീഡിയോ കാണുന്നവർക്ക് എന്താ ഫസ്റ്റ് ലൈവ് ആണല്ലോ പോവാ. ഓക്കെ, അപ്പോ ഇന്നത്തെ ഫിഷിംഗ് ഒരു തോന കാലത്തിന് ശേഷം RBR ക്രിയേഷനിൽ ഫിഷിംഗ് വന്നിരിക്കണേ. അപ്പൊ താങ്ക്സ് മിസ്റ്റർ ബിബിൻ ആൻഡ് ജസ്റ്റിൻ, പിന്നെ അജാസിന്റെ മോട്ടിവേഷൻ. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. അജാസിന്റെ കളിയാക്കല് അയ്യോ അതാണ്. അപ്പൊ താങ്ക് യു ഫോർ നിർത്തടേ ഒന്ന് നിർത്തിയോ പോട്ടെ. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് RBR ക്രിയേഷൻ. Bibin and Ajaz. See you in the next video.